അപ്പോൾ ഗ്രാസിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഇമെയിൽ വെരിഫൈ ചെയ്യാമെന്നും അതേപോലെ തന്നെ നമ്മുടെ സൊലാന വാലറ്റ് കണക്ട് ചെയ്യാമെന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം നിങ്ങൾ റിവാർഡ്സ് ടാബിൽ വരും. കണക്ട് ചെയ്യാത്തൊരു ഐഡിയ വെച്ച് ഞാൻ കാണിച്ചത്. ഇത് ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തതായതുകൊണ്ടാണ് എനിക്കില്ലാത്തത്. ഇപ്പോൾ കണക്ട് ചെയ്യാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോട്ട് വെരിഫൈഡ് എന്ന് കാണാൻ പറ്റും. എൻ്റെ ഒരു ഇമെയിൽ ഐ ഡിയും കാണും. ഇവിടെ താഴെ നിങ്ങളൊരു ബാർ കണ്ടോ, അതായത് ലൈക്ക് 6 hours ഈ ഒരു IP അഡ്രസ്സിൽ ഞാൻ 6 hours ആയിട്ടുള്ളൂ. 100 hours കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ഇമെയിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുള്ളൂ. അതേപോലെ തന്നെ വെരിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിപ്പോൾ 100 hours കംപ്ലീറ്റ് ആയിട്ടില്ല. ഏകദേശം ഇത്തരത്തിലാണ് നിങ്ങൾക്ക് കാണിക്കുക. വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് ആണ്. ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ വരും. ആ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലേക്ക് ഇതുപോലത്തെ ഒരു മെയിലാണ് വരിക. ഹൈ വിൻഡാസ് എൻ്റെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കൺഫേം യുവർ മെയിൽ എന്ന് പറയും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാസ് ആക്ച്വലി വെരിഫൈ ആവും. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ വാലറ്റ് കണക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റൻഷനായിട്ട് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫാൻറ്റം വാലറ്റിൻ്റെ എക്സ്റ്റൻഷനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ തന്നെ കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് എക്സ്റ്റൻഷൻ. ഇപ്പോൾ ഫാൻറ്റം വാലറ്റ് നമ്മുടെ കയ്യിൽ ആഡ് ആയിട്ടുണ്ട്. ആഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് 2 ചോദിക്കും, ഇമ്പോർട്ടൻറ്റ് എക്സിസ്റ്റിംഗ് വാലറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്ന് കൊടുക്കും. ഓൾറെഡി ഫാൻറ്റം വാലറ്റ് ഉണ്ട്, ഞാൻ അത് ഇമ്പോർട്ട് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ലൈക്ക് പുതിയതായിട്ടൊരു വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടി കാണിക്കുക. വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. നമ്മൾ ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്ന് കൊടുക്കുക. വാലറ്റ് കൊടുക്കുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കും. നമ്മുടെ വേറെ ഐഡിയും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ടൊരു പാസ്വേഡ് വയ്ക്കിയതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ആക്ച്വലി ഒരു പാസ്വേഡ് കാണിക്കും. അത് ഒരു പേപ്പറിൽ തന്നെ നിങ്ങൾ എഴുതി വയ്ക്കുക, അല്ലാതെ വേറെ എവിടെയും കാണിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ എൻ്റെ നിങ്ങൾക്ക് ഹിഡൻ ആണെന്ന് അറിയാം. അപ്പോൾ നമ്മളത് എടുത്ത ശേഷം ഐ ഹാവ് സേവ്ഡ് മൈ സീക്രട്ട് റിക്കവറി ഫേസ് എന്ന് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ വാലറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഗെറ്റ് സ്റ്റാർട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് ആക്ച്വലി നമ്മുടെ എക്സ്റ്റൻഷൻ്റെ ടാബ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഫാൻറ്റം എന്നുള്ളത്. നമ്മുടെ വാലറ്റ് ആക്ച്വലി ആഡ് ആയിട്ടുണ്ട്. ഫാൻറ്റം വാലറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് വന്നിട്ട് എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യുക. എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫാൻറ്റം വാലറ്റിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ കണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ഫാൻറ്റം വാലറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് പെർമിഷൻ കൊടുക്കാനും അതേപോലെ നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലോഗിൻ ആയിട്ട് നമ്മൾ ഇത്തരത്തിൽ കാണിക്കും. അക്കൗണ്ട് വേണം കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. നമ്മൾ അതിനുശേഷം ജസ്റ്റ് കണക്റ്റ് എന്നുള്ള പ്രസ് ചെയ്യുക. കണക്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ ആ യൂസിങ് ലെഡ്ജർ എന്ന് ചോദിക്കും. അപ്പോൾ ലൈക്ക് സ്മാൾ ട്രാൻസാക്ഷൻ ഫീ വിൽ ബി റിക്വയർഡ് ടു സൈൻ മെസ്സേജസ് യൂസിങ് ലെഡ്ജർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ലെഡ്ജർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് വെരിഫൈ എന്നുള്ളത് കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻ മെസ്സേജ് വരും. ബൈ സൈൻ യു ആർ ബൈൻഡിങ് ദിസ് വാലറ്റ് ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രാസ് നെറ്റ്വർക്ക്. നമ്മുടെ നെറ്റ്വർക്ക് സൊലാനയാണെന്നുള്ള പെർമിഷനും കൊടുക്കും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് കൺഫേം കൊടുക്കുക. സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാലറ്റ് ഇമെയിലിൽ കൺഫർമേഷൻ ചെയ്യണം. നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ കൺഫർമേഷൻ വരണം. അതിനായിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ കാണിക്കും. അതിനുശേഷം സെൻഡ് വെരിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ മെയിൽ കൺഫർമേഷൻ മെയിൽ എടുക്കുക. ജസ്റ്റ് നമ്മുടെ മെയിൽ റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു മെയിൽ വന്നിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പാം ഫോൾഡർ നിങ്ങൾ ചെക്ക് ചെയ്യുക. നോർമലി ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഗ്രാസ് വെരിഫയർ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാൻ ശേഷം നമ്മുടെ വാലറ്റ് അഡ്രസ്സ് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നമ്മുടെ തന്നെ നമ്മുടെ അഡ്രസ്സ് ചോദിക്കും. അവിടെ വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്ത് നമ്മുടെ ലൈക്ക് ഗ്രാസിക്ക് വരാനുള്ളതാണ്. അപ്പോൾ ആക്ച്വലി വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗ്രാസിൻ്റെ റിവാർഡ്സ് ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് ഓൾറെഡി വെരിഫൈ ആയിട്ടുണ്ട്. നമ്മുടെ വാലറ്റ് അഡ്രസ്സ് വെരിഫൈ ആയിട്ടുണ്ട്. നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കൺഫർമേഷൻ ഇമെയിലിന് ആക്ച്വലി വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി എയർ ഡ്രോപ്പ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഗ്രാസിൻ്റെ എയർ ഡ്രോപ്പിനെ കുറിച്ചിട്ടും എപ്പോൾ റിലീസ് ചെയ്യും, എത്ര രൂപ വരെ ഉണ്ടാവും, അതെങ്ങനെ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എക്സ്ചേഞ്ചിലേക്ക് അയക്കണം, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ടൈം ടു ടൈം ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിലും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഫോളോ ചെയ്യാനും അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് എപ്പോൾ എയർ ഡ്രോപ്പ് വരും, എങ്ങനെ ഇത് ക്യാഷ് ആക്കുക എന്നുള്ള ബാക്കി ഡീറ്റെയിൽസ് കൂടി കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ട്രേഡിംഗ്.